അങ്ങനെ കാത്തിരുന്ന ദിവസം വന്നെത്തിയിട്ടോ. എൻ്റെ പുത്രിയുടെ നൃത്തമാണ് ഗൈസ്. ഫെബ്രുവരി 10-ന് വെള്ളെടുക്കുന്ന ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടൊന്നല്ല കേട്ടോ കളിക്കണത്, കുറേ വട്ടം കളിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ദിവസത്തെ പ്രാക്ടീസും അങ്ങനെ കുറേ ദിവസമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ മേക്കപ്പ് സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെറസിൻ്റെ മുകളിൽ കയറിയിട്ടാണ് കേട്ടോ മേക്കപ്പ് ഒക്കെ ചെയ്യണത്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ നിർത്തതാണേ. പിന്നെ അത് വൈകുന്നേരമൊക്കെ ആയി ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല, പിന്നെ ആകെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാൻ നേരെ അമ്പലത്തേക്ക് ഇതാ പോവുകയാണ് കേട്ടോ. എല്ലാവരും കൂടി അമ്പലത്തേക്ക് പോവുകയാണേ. ഒരു 7 മണിക്ക് തുടങ്ങുമെന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ വന്നപ്പോഴേക്ക് ഫ്രണ്ട് സീറ്റ് ഫുള്ളായി കേട്ടോ. ഞാൻ ഏറ്റവും മുന്നിൽ പോയിരിക്കണം എന്നായിരുന്നു പ്ലാന്, അതൊന്നും നടന്നില്ല. അപ്പോൾ ദാ അത്യാവശ്യം ആൾക്കാർ അപ്പം എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 7:30 ആകുമ്പോൾ തുടങ്ങി. ഫസ്റ്റ് തന്നെ നമ്മുടെ മാതൃസമൃദ്ധിത്തെ അംഗങ്ങൾ ഭദ്രദീപം കൊളുത്തിയിട്ട് ആണ് തുടങ്ങുന്നത്. ഫസ്റ്റ് തിരുവാതിരക്കളി ആയിരുന്നു കേട്ടോ. തിരുവാതിരക്കളിയല്ല, ഏതൊരു സോങ് ആയിരുന്നു. പിന്നെയാണ് തിരുവാതിരക്കളി ഉണ്ടായിരുന്നത്. പിന്നെ കുറേ കുട്ടികൾ കളിക്കാണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നൃത്തം പഠിക്കുക എന്നുള്ളത്. ഞാൻ ഒരുപാട് സ്റ്റേജിൽ കളിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ കളിച്ചിട്ടില്ല. ഡിഗ്രി വരെയൊക്കെ കളിച്ചിട്ടുണ്ട്, അതിന് ശേഷം ഞാൻ കളിച്ചിട്ടൊന്നുമില്ല. പിന്നെ അതങ്ങോട്ട് നിന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ മകളേനെ ഒന്ന് നൃത്തം പഠിപ്പിക്കുക, സ്റ്റേജിൽ ഇങ്ങനെയൊക്കെ കളിപ്പിക്കുക, ചിലങ്ക കിട്ടിയിട്ടെന്ന്. അതെന്തായാലും ആഗ്രഹം സാധിച്ചു കേട്ടോ. വളരെയധികം സന്തോഷമുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇവരുടെ ടീമാണ്. അത് എവിടുന്ന ഏത് ടീമാണെന്നൊന്നും എനിക്കറിയില്ല, പുറത്തുനിന്നൊക്കെ വരുമല്ലോ. അവരുടെ തിരുവാതിരക്കളിയുടെ ടീം, ആ കോസ്റ്റ്യൂം അതാണ് കേട്ടോ. പിന്നെ അതാ ഈ കുട്ടിയുടെ പാട്ടാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഇവർ ഞങ്ങളുടെ കുട്ടികൾ മഞ്ചീരം ഗ്രൂപ്പ് ഓഫ് ഡാൻസ് എന്നാണ് കേട്ടോ അവരുടെ പേര്. അവർ ഒരു 7:30 ആ ടൈമൊക്കെ ആകുമ്പോൾ എത്തി. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ കളിക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താണെന്ന് വെച്ചാൽ ഈ തിരുവാതിരക്കളിയൊക്കെ വലിയ ആളുകളുടെ തിരുവാതിരക്കളിയൊക്കെ കാരണം കൊണ്ട് കുട്ടികളുടെ ഡാൻസ്, ചെറിയ കുട്ടികളുടെ ഡാൻസ് കുറേ ലേറ്റായിട്ടാണ് ഇവർ നടത്തിയത്. അത് കമ്മിറ്റിക്കാരുടെയാണ്. അത് ഒന്നെങ്കിൽ കുട്ടികളുടെ ഡാൻസ് ആദ്യം നടത്തുക, ഇടയിലൊരു തിരുവാതിരക്കളി അങ്ങനെ കയറ്റുക, അങ്ങനെയായിരുന്നു വേണ്ടത്. പക്ഷെ ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ക്ഷീണമാണ് കേട്ടോ ലാസ്റ്റ് അനുഭവപ്പെട്ടത്, ഭക്ഷണം കഴിക്കാതെ. കണ്ടോ, ഇതാണ് അവരുടെ കോസ്റ്റ്യൂം. അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും. എനിക്ക് ഇവളുടെ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഗ്രീനും പിങ്കും നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാ കുട്ടികളും. എല്ലാവരും നന്നായിട്ടത്, അവരൊക്കെ ആ ഗ്രൂപ്പിലുള്ളവരാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നല്ല റെഡി ആയിട്ട് സുന്ദരികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവളുടെ പ്രത്യേകിച്ച് ഇവളുടെ നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട്. അല്ലെങ്കിലും കുട്ടികൾ അണിഞ്ഞൊരുങ്ങി വന്നാൽ തന്നെ ഒരു രസമല്ലേ. അപ്പോൾ അവളുടെ ചെവിടൊക്കെ വേദനിക്കുന്നുണ്ട് പറയായിരുന്നു കേട്ടോ. കാരണം കമ്മൽ അത്രയും വലുതും ഗമ്മ് വെച്ചിട്ടടക്കം അവർ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ കുട്ടികളുടെ. കാരണം അത് കളിക്കുമ്പോൾ പോകണ്ടെന്ന് വെച്ചിട്ട്. ചിലർക്ക് പ്രോപ്പർട്ടി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഷൂലും വാളും അങ്ങനത്തെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവൾക്ക് പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവളുടെ മറ്റേ സോങ് ആയിരുന്നു ചന്തം കാളിന്തിനാഥം. അപ്പോൾ ഇത് ദക്ഷിണ കൊടുക്കണ സീനാണ് കേട്ടോ. ചെലങ്ക അണിയിക്കുക, ചെലങ്ക അണിയിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ദക്ഷിണ കൊടുക്കണമല്ലോ, ആ രംഗമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് പറയായിരുന്നു ഒന്ന് പോസ് ചെയ്യുമെന്ന്. കാരണം അതൊക്കെ ഒരു സന്തോഷമാണല്ലോ അവർക്ക്. ഇതൊക്കെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു സംഭവമാണല്ലോ അത്. ഇങ്ങനെ നൃത്തം കളിക്കുക, അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റേജുകളിൽ ഓരോന്ന് ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. നൃത്തം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ സ്റ്റേജിൽ കളിച്ചുകൊണ്ടേ കാര്യമുള്ളൂ കേട്ടോ. അതാണ് രസം. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയിട്ടോ അവളിങ്ങനെ ചിലങ്കൊക്കെ അണിയുമ്പോൾ. ആദ്യമായി ചിലങ്കണിയുമ്പോൾ അതിനെക്കാട്ടിലും സന്തോഷമായിരുന്നേ. അപ്പോൾ ഞാൻ അവരോടൊന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനോ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുക്കേണ്ട പറയുമ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ ഓരോ കുട്ടികളുടെ ഡാൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ട. അടുത്തത് നവമിയുടെയാണ് എന്നൊക്കെ പറയും. ഞാൻ പോയിരിക്കും, പിന്നെ വീണ്ടും എഴുന്നേൽക്കും. കാരണം നവമിയുടെ ആവില്ല, അങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ കുറേ നേരം കാത്തിരുന്നിട്ടാണ് അവളുടെ ഡാൻസ് ഒന്ന് ഞാൻ കണ്ടത് ഗൈസ്. കുട്ടികൾ ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ചെറിയ കുട്ടികളെയൊക്കെ ലാസ്റ്റിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഓർഡർ ഇതാക്കണത് ഒന്നും അറിയില്ല. കണ്ടേ ഈ ടൈമിലൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഡാൻസ് കാണാൻ. ലാസ്റ്റ് ആകുമ്പോൾ തൊട്ടിട്ട് ആളുകളുടെ എണ്ണം കുറഞ്ഞു വന്നു. അമ്മക്കത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, തിരുവാതിരക്കളിയൊക്കെ അതിൻ്റെ ഇടയിൽ കയറ്റുമ്പോൾ ചെറിയ കുട്ടികൾ അവിടെ ഇങ്ങനെ ഇരിക്കുക തന്നെയാണ്. എത്രയോ 2 മണിക്ക് മേക്കപ്പ് ചെയ്തിട്ടാണ് കുട്ടികൾ അവിടെ ഇരിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടു കുട്ടികൾ. എല്ലാവർക്കും കളിക്കണം, അത് ശരി തന്നെയാണ്. പക്ഷെ ചെറിയ കുട്ടികളെയൊക്കെ ലാസ്റ്റ് കയറ്റുമ്പോൾ അവർക്ക് വിശപ്പ്, അതുപോലെ തന്നെ ഉറക്കം വരിക, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചു.
അപ്പോൾ അടുത്ത കൊല്ലെങ്കിലും ഇവരത് കണ്ടിട്ട് ചെറിയ കുട്ടികളെ ആദ്യം കയറ്റുക, എന്നിട്ട് കുറച്ച് വലിയ കുട്ടികളെ അങ്ങനെ ആയിട്ട് കയറ്റുക. അതായിരിക്കും നല്ലത്. തിരുവാതിരക്കളിയൊക്കെ ലാസ്റ്റിലേക്ക് വെക്കുക, അങ്ങനെയാണ് ശരിക്കും നല്ലത്. കാരണം പക്ഷേ ഓരോ കമ്മിറ്റിക്കാരും ഓരോ തീരുമാനം എടുക്കുകയാണ്. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്കിങ്ങനെ പറഞ്ഞാലും അവരതൊന്നും ചെയ്യില്ല, കാരണം അവരുടെ തീരുമാനമാണല്ലോ. നമുക്ക് ശരിയെന്ന് തോന്നുന്നതും പറയുക, അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും അപ്പോൾ ബാക്കിയുള്ളവരല്ലേ തീരുമാനിക്കുന്നത്. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ അതായത് അവളുടെ ഫ്രണ്ടിൻ്റെ ഡാൻസാണ് കേട്ടോ. ഇവരുടെയൊക്കെ പിന്നെ ഇവളുടെ ആദ്യം കഴിഞ്ഞിട്ട്, ഇവളുടെ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ബേബിയുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കുന്ന കയറ്റിൽ അവർ അടുപ്പിച്ചൊന്നും കയറ്റില്ല, ഒരു ടീമിൻ്റെ പറഞ്ഞു. അത് പിന്നെ പറ്റില്ല, കാരണം ഇടയ്ക്കുന്ന ഒരു ടീം മഞ്ചീരത്തിൻ്റെ കഴിഞ്ഞാൽ പിന്നെ 3 കളി വേറെ, അങ്ങനെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കാത്തിരുന്ന് അവളുടെ ഡാൻസ് എത്തി കേട്ടോ. അവളുടെ നമ്മുടെ ഡാൻസിൻ്റെ സോങ് എന്താ വെച്ചാൽ ചന്തം കാളിന്തിനാഥം എന്നല്ലേ നമ്മുടെ മോഹൻലാൽ എന്നാണ് പറയണത്. ദിലീപും ഭാവനയുടെയും അടിപൊളി സോങ് ആയിരുന്നു കേട്ടോ. കുഴപ്പമുണ്ടായിരുന്നില്ല, നന്നായി കളിച്ചു. പിന്നെ അവൾ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം മേക്കപ്പ് ചെയ്തിരിക്കുമ്പോഴുള്ള ഒരു ചടപ്പ് അവൾക്ക് ഉണ്ടായിരുന്നു. നന്നായി കളിക്കാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ അതിനനുസരിച്ച് കളിച്ചു. പക്ഷേ എൻ്റെ അമ്മയ്ക്കും എല്ലാവരും പറഞ്ഞത് അവർക്ക് കഴിഞ്ഞ കൊല്ലത്തെ ഡാൻസാണ് ഇതിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് എന്നാട്ടോ പറഞ്ഞത്. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. പക്ഷേ എനിക്ക് കുഴപ്പമില്ല തോന്നി, അത്യാവശ്യം നന്നായി കളിച്ചു എന്ന് തോന്നി. പിന്നെ അവൾക്ക് പറ്റണ പോലെ അവൾ കളിച്ചു. പിന്നെ ഇപ്പോൾ പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ. ഇനി ഇതിനെ നന്നാക്കണമെങ്കിൽ കുറച്ചും കൂടി വലുതായ അടിപൊളിയാവും. ഞാനിവൾ തീരെ ഡാൻസ് കളിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ മാറ്റിമറിച്ചു. എന്തായാലും അവൾക്ക് കളിക്കാൻ പറ്റി, സന്തോഷം. പിന്നെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയുള്ള കിതപ്പും കുളത്തിപ്പിടുത്തും ഒക്കെ ആയിട്ടാണ്. പിന്നെ ഞാൻ വേഗം വേദുവിനെ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് അത്രയും സഹിച്ചിരുന്നുണ്ട് കുട്ടി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ക്യാഷ് പ്രൈസും കിട്ടി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം അവൾ സ്കൂളിലേക്കും പോയി. ഗൈസ്, അത്രയുള്ളൂ ഇന്നത്തെ ഒരു